Hello, my dear students. Welcome to SL classes. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫൈനൽ എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ ചില ഫ്രീ ക്ലാസ്സുകളും സ്കോളർഷിപ്പുകളും എല്ലാം എങ്ങനെയാണ് നമ്മൾ SL ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ടൈപ്പ് എക്സാമുകൾ നിങ്ങളുടെ വളരെ അടുത്തെത്തി നിൽക്കുകയാണ്. ഒന്ന് നിങ്ങളുടെ സ്കൂൾ ബോർഡ് എക്സാം, ഫൈനൽ ബോർഡ് എക്സാം മാർച്ച് അവസാനം സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് ആ എക്സാം നടക്കുകയാണ്. അതിന് തൊട്ട് ശേഷം സാധാരണ വർഷങ്ങളിൽ നടക്കാറുള്ളത് പോലെ +2 എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ പലതരം എൻട്രൻസ് എക്സാമുകൾ, കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എന്ന് പറയുന്ന KEAM എൻട്രൻസ് എക്സാം ഉണ്ട്, നീറ്റിൻ്റെ ഓൾ ഇന്ത്യ ലെവൽ എക്സാമുകളുണ്ട്, IIT JEE എക്സാമുകളുണ്ട്. ഈ എക്സാമുകൾക്കെല്ലാം വേണ്ട ചില ക്ലാസ്സുകളെക്കുറിച്ചും സ്കോളർഷിപ്പുകളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന്, നമ്മുടെ +2 ഫൈനൽ എക്സാമിന് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യണ്ടേ? എന്താണ് നിങ്ങളുടെ ഒരു ഐഡിയ? നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷവും +1 എക്സാമിൻ്റെ അവസാന സമയങ്ങളിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മെറ്റീരിയൽസും മറ്റും ഷെയർ ചെയ്യുകയും ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയും ഒക്കെ ചെയ്തിരുന്നു. ഒരുപാട് ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു. അതുപോലെ ഈ പ്രാവശ്യവും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷന് വേണ്ടി നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ നെയിം, നിങ്ങളുടെ പ്ലേസ്, നമ്പർ ഓൾറെഡി നിങ്ങൾ അയക്കുന്നതിൽ ഉണ്ടാവുമല്ലോ. ആ ഒരു രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നമുക്കൊരു ഗ്രൂപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം എക്സാമിനോട് കുറച്ചും കൂടി അടുത്ത് വരുന്ന സമയമാകുമ്പോഴേക്ക് നിങ്ങളുടെ ഫോക്കസ് ഏരിയയും അല്ലാതെയുമായിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് നമുക്കൊന്ന് ഗ്രൂപ്പിലൂടെ ആദ്യം ഒരു തീരുമാനത്തിലേക്ക് എത്താം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് തുടങ്ങുക. അതിലേറ്റവും കൂടുതലായിട്ട് നമ്മൾ ഹാൻഡ് റിട്ടൺ PDF നോട്ടുകൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ഉപകാരപ്പെടുന്ന നോട്ടുകളാണ്. എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന നോട്ടുകളാണ്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഷെയർ ചെയ്യാം. അതോടൊപ്പം നമുക്ക് ക്ലാസ്സുകൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ചില ഡിസ്കഷൻസും ആ ഗ്രൂപ്പിലൂടെ നടത്തി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് +2വിൻ്റെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും അതേപോലെ നമ്മുടെ ചാനലിലൂടെയും നമുക്ക് ആരംഭിക്കാം. റെഡിയാണോ? കാര്യം 1. 2, നിങ്ങൾ ആരൊക്കെ എക്സാമിന് ശേഷം, നിങ്ങളുടെ സ്കൂൾ എക്സാമിന് ശേഷം എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? നിങ്ങൾ സീരിയസ് ആയിട്ട് എൻട്രൻസിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലൻ ക്രാഷ് പ്രോഗ്രാം, എൻട്രൻസിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും എൻട്രൻസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രാഷ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ സ്കൂൾ എക്സാം കഴിഞ്ഞ ഉടനെ. ഓക്കെ, അതിന് നമ്മളിപ്പോൾ നോർമൽ ഫീസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 3999 റുപ്പീസാണ് ആ കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ്. ബട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് പേർക്ക്, നമ്മളൊരു 100 സ്റ്റുഡൻസിനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്നു മുതൽ നമ്മൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് പോവുകയാണ്. അവർക്ക് വെറും 1999 മാത്രം കൊടുത്ത് +1ലെയും +2വിലെയും മുഴുവൻ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്രാഷ് പ്രോഗ്രാം ഓൺലൈനായിട്ടുള്ള നമ്മുടെ ആപ്പ് വഴിയുള്ള ക്ലാസ്സുകളാണ്. +1ലെ മുഴുവൻ കാര്യങ്ങളും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി സബ്ജക്റ്റുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള, അതോടൊപ്പം തിയറി പറയും. തിയറി കൊണ്ട് മാത്രം കഴിയുന്നില്ല. ഏതൊരു കോഴ്സിന് നിങ്ങൾ ക്രാഷ് പോലെയുള്ള എൻട്രൻസ് കോഴ്സുകൾക്ക് ചേരുമ്പോഴും നിങ്ങൾ ഒന്ന് നോക്കേണ്ടത് മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടും ഇനി അങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്കൊന്ന് എങ്ങനെയായിരിക്കുമെന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയും ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ മാത്രമേ എൻട്രൻസ് പോലെയുള്ള ഹൈലി കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കുക, അവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അതിലൂടെ നമുക്കൊരു നല്ല റാങ്കിലേക്ക് എത്താൻ കഴിയുമോ? ഈ റാങ്കിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, +2 കഴിഞ്ഞ ഉടനെ സാർ ഇത് പ്രിപ്പയർ ചെയ്താൽ ഇതൊക്കെ കിട്ടുമോ? അത് വലിയ ഡിഫിക്കൽട്ട് എക്സാം അല്ലേ? അപ്പോൾ അത് അടുത്ത തവണ നോക്കിയാൽ പോരെ? മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു തവണ ഒരു എൻട്രൻസ് എക്സാമിന് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്ത് അതിൽ നിന്നും ഒരു റാങ്ക് കിട്ടുന്നതോടുകൂടെ, ഒരു മാർക്ക് അതിലൂടെ കിട്ടുന്നതോടുകൂടെ നമുക്ക് അതുകൊണ്ട് പല നേട്ടങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും മികച്ച നേട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ നീറ്റ് എക്സാമിൻ്റെ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒരു 500-550
ആൻഡ് എബവ് മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു മെഡിക്കൽ സീറ്റ് കൺഫേം ചെയ്യാൻ പറ്റും. 500 മാർക്ക് 720 ടോട്ടൽ മാർക്സ് നിങ്ങൾക്കറിയാം നീറ്റ് എക്സാമിന്. അതിലൊരു 500 ആൻഡ് എബവ് 600 ഒക്കെ എത്തിയാൽ ഗ്യാരണ്ടിയാണ്. അതോടൊപ്പം ഒരു 550 500 എബോ ഒക്കെ കിട്ടിയാലും ഏകദേശം നിങ്ങൾക്കൊരു മെഡിക്കൽ സീറ്റ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും ചോദിക്കും, അയ്യോ ഞങ്ങൾക്ക് 400 മാർക്സേ കിട്ടിയുള്ളൂ എങ്കിലോ? 400 മാർക്സ് കിട്ടി എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ലായിരിക്കാം. ബട്ട് അതുകൊണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരു തവണ കൂടി ട്രൈ ചെയ്താൽ കിട്ടുമോ എന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് മെഷർമെൻറ്റും കൂടിയാണ് നമ്മുടെ ആദ്യത്തെ തവണത്തെ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അതല്ലാതെ എനിക്ക് ഈ തവണ കിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്. ആദ്യത്തെ തവണ നിങ്ങൾ ട്രൈ ചെയ്യൂ. നിങ്ങളൊരു എക്സാം എഴുതൂ. ഒരു എക്സാം ഹാളിൽ പോയി അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് എക്സ്പീരിയൻസുകളുണ്ട്. അത് വേറെ എവിടെയും നമുക്ക് കിട്ടില്ലല്ലോ. എൻട്രൻസ് കിട്ടാതിരിക്കാം, കിട്ടാം, അതിനൊക്കെ പോസിബിലിറ്റി വേറെയാണ്. ബട്ട് എക്സാം എഴുതിയാൽ മാത്രമേ ആ പോസിബിലിറ്റി അവിടെ നിലനിൽക്കുന്നുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൻട്രൻസ് എക്സാം എഴുതുക. അതിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യുക, നല്ലൊരു മാർക്ക് അതിൽ നേടുക. 500 എബോ കിട്ടിയാൽ നിങ്ങൾക്ക് ഈ തവണ തന്നെ നല്ല ഒരു മെഡിക്കൽ സീറ്റ് നിങ്ങൾക്ക് കിട്ടും. അതേസമയം ഒരു 400 350 ഒക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്താൽ എനിക്ക് കിട്ടുമോ? ഏതൊക്കെ ഏരിയാസാണ് ഞാൻ വീക്കായി പോയത്? എത്ര ക്വസ്റ്റ്യൻസാണ് എനിക്ക് തെറ്റിപ്പോയത്? ഏത് ഏരിയയിലാണ് കൂടുതൽ മിസ്റ്റേക്സ് വന്നത്? എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യാനുള്ളത്? ഇത് എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതോടൊപ്പം നമുക്ക് കിട്ടുന്ന മാർക്ക് വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് ഒരു തവണ കൂടി ശ്രമിക്കാനുള്ളൊരു കോൺഫിഡൻസും നമുക്ക് കിട്ടും. അതല്ലാതെ എക്സാം എഴുതിയില്ലെങ്കിൽ നമുക്കിതൊന്നും ലഭിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാം ആദ്യത്തെ തവണ എഴുതൽ പോലും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടുകയും കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് എക്സാം എഴുതിയതിന് ശേഷം മാത്രമാണ്. എക്സാമിൻ്റെ ഏത് മാർക്ക് വന്നാലും നമുക്കതുകൊണ്ട് ഇനിയൊരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പോലും അടുത്ത തവണത്തേക്ക് ട്രൈ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും കൂടിയാണത്. അതുകൊണ്ട് നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആദ്യത്തെ ക്ലാസ്സുകൾ ഫ്രീ ആണ്. 10 days നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ക്ലാസ്സസാണ്. കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, അതിന് പേയ്മെൻ്റ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് 10 days ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കാണാം. നമ്മുടെ മുഴുവൻ ഡെമോ ക്ലാസ്സുകളും കാണാം. അതിനുശേഷം നിങ്ങൾക്കത് വേണം എന്ന് തോന്നിയാൽ മാത്രം പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മൾ അത്രയും ഗ്യാരണ്ടിയാണ്. SL ക്ലാസ് കൊടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ്. പല കുട്ടികളും മറ്റു പല സ്ഥലങ്ങളിലും ചിലപ്പോൾ വേണ്ടത്ര ക്ലാസ്സുകൾ കിട്ടാത്ത തരത്തിൽ കംപ്ലൈൻറ്റുകൾ പറയാറുണ്ട്. ബട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മറക്കണ്ട. ഒന്ന്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. നമുക്ക് ആ ഗ്രൂപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു എൻട്രൻസിലേക്കുള്ള കോഴ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ റെഡിയാണല്ലോ? എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ +2 റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഈ വർഷത്തെ എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മെസ്സേജ് അയക്കാൻ മറക്കരുത്. എല്ലാവരും ഈ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.